Hello dear students, next we are going to start our fourth module. The main topics in fourth module are polygon clipping, two algorithms used for polygon clipping, then three-dimensional object representation, that is the polygon surfaces, quadratic surfaces representation, then last basic three-dimensional transformation. Okay, the first topic is polygon clipping using Sutherland Hodgeman algorithm. Okay, polygon clipping means we have a polygon shaped object and we have a regular rectangular clipping window. So we need to identify those portions of polygon inside the clip window and save that portions, and we need to identify those portions of the polygon outside the window and we have to remove or clip that portions which is outside the window. അല്ലേ, നമ്മൾ പോളിഗൺ ക്ലിപ്പിംഗ് എന്ന് പറയുമ്പോൾ നമുക്കൊരു പോളിഗൺ ഉണ്ടാവും, പോളിഗൺ ഷേപ്ഡ് ഒബ്ജക്റ്റ് ഉണ്ടാവും, ദെൻ ഒരു റെക്റ്റാങ്കുലർ ക്ലിപ്പ് വിൻഡോ ഉണ്ടാകും. അപ്പോൾ ആ വിൻഡോയ്ക്ക് അകത്തുള്ള പോർഷനെ നമ്മൾ സേവ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യണം, വിൻഡോയ്ക്ക് പുറത്തുള്ള പോർഷൻസിനെ നമ്മൾ ക്ലിപ്പ് ചെയ്യണം. ഓക്കെ, സപ്പോസ് നമ്മൾ ലാസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ച കോഹൻ സുതർലാൻഡ് ആൻഡ് എനി അതർ ലൈൻ ക്ലിപ്പിംഗ് മെത്തേഡ്, ആ ലൈൻ ക്ലിപ്പിംഗ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പോളിഗനെ ക്ലിപ്പ് ചെയ്യുന്നതെങ്കിൽ ഈ ഫിഗറിൽ കാണിച്ചേക്കുന്ന പോലെ പോളിഗൻ്റെ ഓരോ എഡ്ജസിനെ അല്ലെങ്കിൽ ബൗണ്ടറീസിനെ നമ്മളൊരു ലൈൻ സെഗ്മെൻറ്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്യും. ദെൻ ആ ലൈൻ സെഗ്മെൻറ്റിനെ ലൈൻ ക്ലിപ്പിംഗ് യൂസ് ചെയ്ത് ക്ലിപ്പ് ചെയ്യാം. ബട്ട് ഇൻ ദാറ്റ് കേസ് ദ പ്രോബ്ലം ഈസ് നമ്മൾ ആഫ്റ്റർ ക്ലിപ്പിംഗ് ഈ പോളിഗനെ ഒരു പോളിഗൺ ഷേപ്പായിട്ടായിരിക്കത്തില്ല, അല്ലെങ്കിൽ പോർഷൻസ് ഓഫ് ദ പോളിഗൺ ആയിട്ടായിരിക്കത്തില്ല, അൺകണക്റ്റഡ് ആയിട്ടുള്ള ലൈൻ സെഗ്മെൻറ്റ്സ് ആയിട്ടായിരിക്കും കാണുന്നത്, ലൈക്ക് ദിസ് ഫിഗർ. അപ്പോൾ ഇതിൽ ഈ പോളിഗനെ നമ്മൾ ലൈൻ ക്ലിപ്പിംഗ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് പോളിഗനെ ക്ലിപ്പ് ചെയ്തത്. അപ്പോൾ ഈ കേസിൽ ഈ പോളിഗൻ്റെ ഓരോ ലൈൻ സെഗ്മെൻറ്റ്സിനെ നമ്മൾ ലൈൻ ക്ലിപ്പിംഗ് യൂസ് ചെയ്ത് ക്ലിപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഈ പോളിഗനെ ഒരു അൺകണക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിസ്കണക്റ്റഡ് ആയിട്ടുള്ള ലൈൻ സെഗ്മെൻറ്റ്സ് ആയിട്ടായിരിക്കും കാണാൻ പറ്റുന്നത്. സോ ഇൻ ഓർഡർ ടു ക്ലിപ്പ് ദ പോളിഗൺ കറക്റ്റ്ലി we developed a new method, that is Sutherland Hodgeman polygon clipping. Sutherland Hodgeman is the person who developed this algorithm. Okay, അപ്പോൾ ഈ Sutherland Hodgeman polygon clippingൽ നമ്മളൊരു പോളിഗനെ ലൈൻ സെഗ്മെൻറ്റ്സ് ആയിട്ടല്ല, it consider the polygon as a whole. That means it consider all vertices of a polygon for the procedure. Okay, പോളിഗൻ്റെ എല്ലാ വേർട്ടിസസിനെയും കൺസിഡർ ചെയ്യും. ദെൻ ഈ എല്ലാ വേർട്ടിസസിനെയും കൺസിഡർ ചെയ്തിട്ട് ഫസ്റ്റ് ലെഫ്റ്റ് വിൻഡോയ്ക്ക് അഗൻസ്റ്റ് ആയിട്ട് ക്ലിപ്പ് ചെയ്യും. ദാറ്റ് മീൻസ് ലെഫ്റ്റ് വിൻഡോയ്ക്ക് ഔട്ട് സൈഡുള്ള പോർഷനെ നമ്മൾ ക്ലിപ്പ് ചെയ്യും. ദെൻ റൈറ്റ് വിൻഡോയ്ക്ക് അഗൻസ്റ്റ് ആയിട്ട് ക്ലിപ്പ് ചെയ്യും. ദെൻ ബോട്ടം വിൻഡോയ്ക്ക് അഗൻസ്റ്റ് ആയിട്ട് നമ്മൾ ക്ലിപ്പ് ചെയ്യും. ദെൻ ടോപ്പ് വിൻഡോയ്ക്ക് അഗൻസ്റ്റ് ആയിട്ട് ക്ലിപ്പ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഈ ഫിഗറിൽ കാണുന്ന പോലെ വി ഹാവ് എ പോളിഗൺ ഷേപ്ഡ് ഓബ്ജക്റ്റ്, ദെൻ എ റെക്റ്റാങ്കുലർ ക്ലിപ്പ് വിൻഡോ. ഫസ്റ്റ് നമ്മൾ ആ ഒബ്ജക്റ്റിനെ ലെഫ്റ്റ് വിൻഡോയ്ക്ക് അഗൻസ്റ്റ് ആയിട്ടായിരിക്കും ക്ലിപ്പിംഗ്. സോ ലെഫ്റ്റ് വിൻഡോയ്ക്ക് പുറത്തുള്ള പോർഷൻ ക്ലിപ്പ് ആവും. ദെൻ ക്ലിപ്പ് റൈറ്റ് വിൻഡോയ്ക്ക് അഗൻസ്റ്റ് പോർഷൻസ് നമ്മൾ റിമൂവ് ചെയ്യും. ദെൻ ബോട്ടം വിൻഡോയ്ക്ക് അഗൻസ്റ്റ് ആയിട്ടുള്ള, ദാറ്റ് മീൻസ് ഔട്ട് സൈഡ് ആയിട്ടുള്ള പോർഷനെ നമ്മൾ ക്ലിപ്പ് ചെയ്യും. ലാസ്റ്റ് ഫൈനലി ടോപ്പ് വിൻഡോയ്ക്ക് എഗൻസ്റ്റ് ആയിട്ടുള്ള പോർഷനെ നമ്മൾ ക്ലിപ്പ് ചെയ്യും. സോ ഫൈനലി നമുക്ക് ആ പോളിഗണിൻ്റെ ക്ലിപ്പ് ചെയ്തതിന് ശേഷമുള്ള പോർഷനാണ്, ആ പോളിഗൻ്റെ പോർഷനെ തന്നെയാണ് നമുക്ക് ഇൻസൈഡ് വിൻഡോയിൽ കാണാൻ പറ്റുന്നത്. ഓക്കെ, സോ ഹിയർ ദ പ്രൊസീജിയർ ഈസ് ഓർ ദ അൽഗോരിതം ഈസ് the initial set of vertices is given as the input. That is the initial set of vertices of, that is all vertices of the polygon is given as the input. പോളിഗൻ്റെ എല്ലാ വേർട്ടിസസിനെയും ഇനിഷ്യൽ സെറ്റ് ഓഫ് വേർട്ടിസസിനെ നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. ദെൻ ആ വേർട്ടിസസിനെ എല്ലാം നമ്മൾ ലെഫ്റ്റ് വിൻഡോയ്ക്ക് അഗൻസ്റ്റ് ആയിട്ട് ക്ലിപ്പ് ചെയ്യും.
ആൻഡ് ദ ഔട്ട്പുട്ട് ഇസ് എ ന്യൂ ലിസ്റ്റ് ഓഫ് വേർട്ടിസസ്. ക്ലിപ്പ്, അതായത് ലെഫ്റ്റ് വിൻഡോയ്ക്ക് അഗൈൻസ്റ്റായിട്ട് ക്ലിപ്പ് ചെയ്തതിന് ശേഷമുള്ള വേർട്ടിസസ്, ന്യൂ ലിസ്റ്റ് ഓഫ് ഔട്ട്പുട്ട് ലിസ്റ്റ് ഓഫ് വേർട്ടിസസ് ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. ദീസ് ന്യൂ ലിസ്റ്റ് ഓഫ് വേർട്ടിസസ് ഈസ് പാസ്ഡ് ടു ദ നെക്സ്റ്റ് വിൻഡോ. ആ ന്യൂ ലിസ്റ്റ് ഓഫ് വേർട്ടിസസ് ആയിരിക്കും നമ്മൾ നെക്സ്റ്റ് റൈറ്റ് വിൻഡോയ്ക്ക് അഗൈൻസ്റ്റായിട്ട് ക്ലിപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആഫ്റ്റർ റൈറ്റ് വിൻഡോ ക്ലിപ്പിംഗ് നമുക്ക് വീണ്ടും ഒരു ന്യൂ ലിസ്റ്റ് ഓഫ് വേർട്ടിസസ് കിട്ടും. ആ ലിസ്റ്റ് ഓഫ് വേർട്ടിസസ് ആയിരിക്കും നമ്മൾ നെക്സ്റ്റ് ബോട്ടം ക്ലിപ്പിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ ബോട്ടം ക്ലിപ്പിന് ശേഷം കിട്ടുന്ന ലിസ്റ്റ് ഓഫ് വേർട്ടിസസ് ആയിരിക്കും നമ്മൾ ടോപ്പ് വിൻഡോയ്ക്ക് അഗൈൻസ്റ്റായിട്ട് ക്ലിപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. Okay, so initially we have a list of vertices, that is the actual vertices of the polygon, and the list of vertices is passed against left window, then right window, then bottom window, and finally top window. Okay, so here we are processing all polygon vertices against each clip window boundary in turn. We are beginning with the initial set of vertices. First clip the polygon against the left rectangle boundary to produce a new sequence of vertices. The new set of vertices could then be successively passed to a right boundary clipper, a bottom boundary clipper, and a top boundary clipper. So ഓരോ സ്റ്റെപ്പിലും we got a new sequence of, that is list of output vertices, that is passed to the next window boundary clipper. Okay, സോ നമുക്ക് ആദ്യമേ നമ്മുടെ പോളിഗണിൻ്റെ എല്ലാ വേർട്ടിസസും കൺസിഡർ ചെയ്തു. ആ വേർട്ടിസസിനെ നമ്മൾ ലെഫ്റ്റ് വിൻഡോ ക്ലിപ്പിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. ദെൻ ആഫ്റ്റർ ലെഫ്റ്റ് വിൻഡോ ക്ലിപ്പിംഗ് നമുക്ക് ന്യൂ സെറ്റ് ഓഫ് വേർട്ടിസസ് കിട്ടും. ആ വേർട്ടിസസ് ആയിരിക്കും റൈറ്റ് ക്ലിപ്പിങ്ങിന് യൂസ് ചെയ്യുന്നത്. ദെൻ കിട്ടുന്ന ന്യൂ സെറ്റ് ഓഫ് വേർട്ടിസസ് ആയിരിക്കും ബോട്ടം ക്ലിപ്പിങ്ങിന് യൂസ് ചെയ്യുന്നത്. ആഫ്റ്റർ ബോട്ടം ക്ലിപ്പിങ്ങിന് കിട്ടുന്ന ന്യൂ സെറ്റ് ഓഫ് വേർട്ടിസസ് ആയിരിക്കും നമ്മൾ ടോപ്പ് ക്ലിപ്പിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. ഓക്കെ, ദെൻ അപ്പോൾ നമ്മൾ ഈ സെറ്റ് ഓഫ് വേർട്ടിസസ് പാസ് ചെയ്യുമ്പോൾ അഡ്ജസൻറ്റ് വേർട്ടിസസിനെ പെയർ വൈസ് ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, പെയർ വൈസ് ഓഫ് വേർട്ടിസസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ 4 കേസസ് ആണ് അവിടെ ഒക്കൂർ ചെയ്യുന്നത്. 4 കേസസ് മീൻസ്, ഫസ്റ്റ് കേസ് മീൻസ് ഫസ്റ്റ് വേർട്ടെക്സ്, അതായത് നമ്മൾ പെയർ വൈസ് ഓഫ് വേർട്ടെക്സ് കൺസിഡർ ചെയ്യുമ്പോൾ ഫസ്റ്റ് വേർട്ടെക്സ് ഔട്ട്സൈഡും സെക്കൻഡ് വേർട്ടെക്സ് ഇൻസൈഡും. ദാറ്റ് മീൻസ് ദിസ് ഈസ് എ വിൻഡോ, ഇതൊരു വിൻഡോയുടെ ബോർഡർ ആയിരിക്കും. ദിസ് ഈസ് എ വിൻഡോ. ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്ന വേർട്ടിസസ് V1 V2 പെയർ ഓഫ് വേർട്ടിസസിനെ കൺസിഡർ ചെയ്തു. അപ്പോൾ ഫസ്റ്റ് വേർട്ടെക്സ് ഔട്ട്സൈഡും സെക്കൻഡ് വേർട്ടെക്സ് ഇൻസൈഡും ആണെങ്കിൽ നമ്മൾ ലെഫ്റ്റ് വിൻഡോയ്ക്ക് അഗൈൻസ്റ്റായിട്ടാണ് ക്ലിപ്പ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇത്രയും പോർഷൻസ് വേണ്ട. ദാറ്റ് മീൻസ് വി നീഡ് ടു ഫൈൻഡ് ഇൻ്റർസെക്ഷൻ പോയിൻറ്റ് ആൻഡ് V2വും ഇൻ്റർസെക്ഷൻ പോയിൻറ്റും, അതായത് സെക്കൻഡ് വേർട്ടെക്സും ഇൻ്റർസെക്ഷൻ പോയിൻറ്റുമാണ് നമുക്കവിടെ വേണ്ടത്. അപ്പോൾ നമ്മൾ ആ സെക്കൻഡ് പോയിൻറ്റും ഇൻ്റർസെക്ഷൻ പോയിൻറ്റും ആയിരിക്കും അവിടെ സേവ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ എ പെയർ ഓഫ് വേർട്ടിസസ് കൺസിഡർ ചെയ്യുമ്പോൾ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വേർട്ടെക്സ് ഈസ് ഔട്ട്സൈഡ് ആൻഡ് ദ സെക്കൻഡ് വേർട്ടെക്സ് ഈസ് ഇൻസൈഡ്. ഇൻ ദാറ്റ് കേസ് വി നീഡ് ടു ഫൈൻഡ് ദ ഇൻ്റർസെക്ഷൻ പോയിൻറ്റ് ആൻഡ് ദ സെക്കൻഡ് വേർട്ടെക്സ്, ആൻഡ് ദാറ്റ് ഇൻ്റർസെക്ഷൻ പോയിൻറ്റ് ആൻഡ് സെക്കൻഡ് വേർട്ടെക്സ് ഈസ് ടു ബി സേവ്ഡ് ഇൻ ദ ഔട്ട്പുട്ട് ലിസ്റ്റ്. ദെൻ സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് V2 V3 ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ 2 വേർട്ടിസസും ഇൻസൈഡ് ദ ക്ലിപ്പ് വിൻഡോ ആണെങ്കിൽ, 2 വേർട്ടിസസും ഇൻസൈഡ് ദ ക്ലിപ്പ് വിൻഡോ ആണെങ്കിൽ ആ ഫസ്റ്റ് വേർട്ടെക്സ് നമ്മൾ ഓൾറെഡി സേവ്ഡ് ആയിരിക്കും. സോ സെക്കൻഡ് വേർട്ടെക്സ് മാത്രം സേവ് ചെയ്യാം. സോ ഇഫ് ദ 2 വേർട്ടിസസ് ആർ ഇൻസൈഡ് we need to save the second vertex in the output list. Then third case is first vertex is inside and second vertex is outside. ആ കേസിൽ നമ്മൾ ഇൻ്റർസെക്ഷൻ പോയിൻ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ദെൻ ഫസ്റ്റ് വെർട്ടെക്സ് നമ്മൾ ഓൾറെഡി പ്രീവിയസ് എഡ്ജ് കൺസിഡർ ചെയ്തപ്പോൾ സേവ് ചെയ്തായിരിക്കും. സോ ഹിയർ വി നീഡ് ടു സേവ് ഓൺലി ദ ഇൻ്റർസെക്ഷൻ പോയിൻറ്റ്.
So if the first vertex is inside and the second vertex is outside, we need to save only the intersection point. Then the fourth case is both the vertices are outside, and in that case we have to discard both the vertices. Okay, so നമ്മൾ ലിസ്റ്റ് ഓഫ് വേർട്ടസസ് ഓരോ ക്ലിപ്പിൻ്റെ അഗൈൻസ്റ്റ് ആയിട്ടും പാസ് ചെയ്യുമ്പോൾ ആ വേർട്ടസസിനെ പെയർ വൈസ് ആയിട്ട് കൺസിഡർ ചെയ്യുക. അഡ്ജസൻറ്റ് വേർട്ടസസിനെയാണ് നമ്മൾ പെയർ വൈസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ 4 കേസസ് ഉണ്ട്. ഫസ്റ്റ് കേസിൽ if the first vertex is outside the window boundary and the second vertex is inside, both the intersection point and the second vertex are added to the output vertex list. Then second case, if both the input vertices are inside the clip window or window boundary, only the second vertex is added to the output vertex. Then third case, if the first vertex is inside and the second vertex is outside, only the intersection point is added to the output vertex list. Then fourth case, if both the vertices are outside, nothing is get added to the output list. ആദ്യത്തെ ആൾ ഔട്ട്സൈഡും രണ്ടാമത്തെ ആൾ ഇൻസൈഡുമാണെങ്കിൽ ഇൻ്റർസെക്ഷൻ പോയിൻറ്റും രണ്ടാമത്തെ ആളും സേവ് ചെയ്യണം. രണ്ടുപേരും ഇൻസൈഡ് ആണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ആളെ സേവ് ചെയ്യണം. ആദ്യത്തെ ആൾ ഇൻസൈഡും രണ്ടാമത്തെ ആൾ ഔട്ട്സൈഡും ആണെന്നുണ്ടെങ്കിൽ ഇൻ്റർസെക്ഷൻ പോയിൻറ്റ് മാത്രം സേവ് ചെയ്താൽ മതി. രണ്ട് പേര് ഔട്ട്സൈഡ് ആണെന്നുണ്ടെങ്കിൽ ഒന്നിനെയും സേവ് ചെയ്യേണ്ട ആവശ്യമില്ല. So once all the vertices have been processed for one clip window, the output list of vertices is clipped or passed to the next window boundary. ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സിങ് നടക്കുന്നത്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ 4 കേസസിൻ്റെ എക്സാമ്പിളാണ്. ഫസ്റ്റ് കേസിൽ V1 V2 for V1 outside, V2 inside, that means first case we have to find out the intersection point V1 dash. Okay, we need to find the intersection point V1 dash and save V1 dash and V2. Okay, sorry, സെക്കൻഡ് കേസിൽ V1ഉം V2ഉം V2 V3 ഇൻസൈഡ് ആണ്. സോ V3 മാത്രം സേവ് ചെയ്യുക. തേർഡ് കേസിൽ V1 ഇൻസൈഡും V2 ഔട്ട്സൈഡുമാണ്. സോ വി ഹാവ് ടു സേവ് ഓൺലി ദി ഇൻ്റർസെക്ഷൻ പോയിൻറ്റ് V1 ഡാഷ്. തേർഡ് കേസിൽ ഫോർത്ത് കേസിൽ 2 വേർട്ടിസസും ഔട്ട്സൈഡാണ്. സോ വി ഹാവ് ടു സേവ് നത്തിങ്. This is another example. First we consider the vertices are 1, 2, 3, 4, 5, 6. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് വിൻഡോയ്ക്ക് അഗൈൻസ്റ്റ് ആണ് ക്ലിപ്പ് ചെയ്യുന്നതെങ്കിൽ ആദ്യം 1ഉം 2ഉം കൺസിഡർ ചെയ്യും. 1ഉം 2ഉം കൺസിഡർ ചെയ്യുമ്പോൾ രണ്ടുപേരും ഔട്ട്സൈഡ് ആയതുകൊണ്ട് ഒന്നും എടുക്കണ്ട. നെക്സ്റ്റ് 2ഉം 3ഉം കൺസിഡർ ചെയ്യും. 2ഉം 3ഉം കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഇൻ്റർസെക്ഷൻ പോയിൻറ്റ് കണ്ടുപിടിക്കണം. ദെൻ 3, അതിനെ രണ്ടിനെ സേവ് ചെയ്യും. ദെൻ 3, 4 രണ്ട് ഇൻസൈഡ് ആയതുകൊണ്ട് 4നെ സേവ് ചെയ്യും. ദെൻ 4, 5ൻ്റെ കേസിൽ രണ്ടുപേരും ഇൻസൈഡ് ആയതുകൊണ്ട് 5നെ സേവ് ചെയ്യും. ദെൻ 5, 6, 5ഉം 6ൻ്റെ കേസിൽ ഒരാൾ ഇൻസൈഡും ഒരാൾ ഔട്ട്സൈഡും ആയതുകൊണ്ട് നമ്മൾ ഇൻ്റർസെക്ഷൻ പോയിൻറ്റിനെ കൺസിഡർ ചെയ്യണം. ദെൻ 6, 1 എന്നുള്ളത് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 6, 1 ഔട്ട്സൈഡ് ആണ് കൺസിഡർ ചെയ്യേണ്ടത്. സോ ഇത്രയും പോർഷൻസാണ്, ഇത്രയും വേർട്ടിസസ് ആണ് നമ്മൾ സേവ് ചെയ്ത്. ദാറ്റ് ഈസ് ദി ഇൻ്റർസെക്ഷൻ പോയിൻറ്റ് 1 ഡാഷ്, ദെൻ ഇൻ്റർസെക്ഷൻ പോയിൻറ്റ് 1 ഡാഷ്, ദെൻ ദിസ് എഡ്ജ് 2 ഡാഷ്, ദെൻ ദിസ് എഡ്ജ് 3 ഡാഷ്, this edge 4 dash, this 5 dash. This vertices 1 dash, 2 dash, 3 dash, 4 dash, 5 dash are the vertices. അപ്പോൾ ഇത്രയും വേർട്ടിസസിനെയാണ് നമ്മൾ സേവ് ചെയ്തത്. സോ റിമൈനിങ് പോർഷൻസ് ലെഫ്റ്റ് വിൻഡോയ്ക്ക് അഗൈൻസ്റ്റ് ആയിട്ട് ക്ലിപ്പായി. അപ്പോൾ ഈ 1 dash 2 dash അപ് ടു 5 dash ആയിരിക്കും നമ്മൾ റൈറ്റ് വിൻഡോയ്ക്ക് അഗൈൻസ്റ്റ് ആയിട്ട് ക്ലിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഔട്ട്പുട്ട് ലിസ്റ്റ് ഓഫ് വേർട്ടിസസ്. ബട്ട് റൈറ്റ് വിൻഡോ കൺസിഡർ ചെയ്യുമ്പം ഈ എല്ലാ വേർട്ടിസസും റൈറ്റ് വിൻഡോയ്ക്ക് ഇൻസൈഡ് ആയതുകൊണ്ട് നമ്മൾ അതിനെയൊക്കെ സേവ് ചെയ്യും. ദെൻ ടോപ്പ് വിൻഡോ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ബോട്ടം വിൻഡോ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും എല്ലാം വിൻഡോയ്ക്ക് ഇൻസൈഡ് ആയിട്ട് നിൽക്കുന്ന വേർട്ടിസസ് ആയതുകൊണ്ട് നമ്മൾ അതിനെല്ലാം സേവ് ചെയ്യും. ഒന്നും നമുക്ക് ക്ലിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ദിസ് ഈസ് Sutherland Hodgeman polygon clipping algorithm. So in the case of Sutherland Hodgeman,
Polygon clipping algorithm. First we have to begin with the initial set of vertices, that is all vertices of the polygon. Then in each step these set of vertices are passed to clip against each boundary, that is first against left boundary, then against right boundary, then against bottom boundary, and finally against top boundary. So after each clipping we get a new list of vertices, and that new list of vertices is moved on to the next boundary. Okay, then in this case we have to consider adjacent pair of vertices, and there exist 4 cases. First case is one outside, second inside, so we need to save only the intersection point and the second one. Then second case is both vertices inside and we have to save the second vertex. Third case is first vertex inside and the second vertex is outside, so we have to save only the intersection point. And the last case is both vertices are outside, so in that case we need to save nothing. Okay, then an example. So in this example the initial set of vertex list is A, B, C, D, E. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ലെഫ്റ്റ് ക്ലിപ്പിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ലെഫ്റ്റ് ക്ലിപ്പിംഗ് ചെയ്യുമ്പോൾ നമ്മൾ അഡ്ജസൻറ്റ് വേർട്ടിസസിനെ പെയർ വൈസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. ദാറ്റ് മീൻസ് എ ബി, ബി സി, സി ഡി, ഡി ഇ, ലാസ്റ്റ് ഇ എ, ഇ എയും കൂടെ കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ലെഫ്റ്റ് വിൻഡോയ്ക്ക് അഗൻസ്റ്റായിട്ട് ക്ലിപ്പ് ചെയ്യുമ്പോൾ എ ബി കൺസിഡർ ചെയ്യുമ്പോൾ എ ഔട്ട്സൈഡും ബി ലെഫ്റ്റ് വിൻഡോ മാത്രമാണ് നമ്മൾ നോക്കുന്നത്. ആദ്യത്തെ കേസ് ലെഫ്റ്റ് വിൻഡോ, ദാറ്റ് മീൻസ് ഈ പോർഷൻ മാത്രം. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുമ്പോൾ എയും ബിയും നോക്കുമ്പോൾ എയും ബിയും എ ഔട്ട്സൈഡും ബി ഇൻസൈഡുമാണ്. സോ നമ്മളൊരു ഇൻ്റർസെക്ഷൻ പോയിൻ്റ് അവിടെ കണ്ടുപിടിക്കുന്നു, P1. ഓക്കെ, ദെൻ ഇൻ്റർസെക്ഷൻ പോയിൻറ്റും ബിയും സേവ് ചെയ്തു. നെക്സ്റ്റ് ബി സി കൺസിഡർ ചെയ്യുമ്പോൾ ബി സി ലെഫ്റ്റ് വിൻഡോയ്ക്ക് അഗൻസ്റ്റായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ രണ്ടും ഇൻസൈഡ് ആയതുകൊണ്ട് സെക്കൻഡ് വൺ, ദാറ്റ് ഈസ് സി. ദെൻ സി ഡി കൺസിഡർ ചെയ്യുമ്പോൾ അതും ഇൻസൈഡാണ്, സോ ഡി. ദെൻ ഡി കൺസിഡർ ചെയ്യുമ്പോൾ അതും ഇൻസൈഡാണ്, സോ ഇ. ഇ എ കൺസിഡർ ചെയ്യുമ്പോൾ ഇ ഇൻസൈഡും എ ഔട്ട്സൈഡും, സോ നമ്മൾ P2 എന്ന് പറഞ്ഞൊരു ഇൻ്റർസെക്ഷൻ പോയിൻ്റ് കാൽക്കുലേറ്റ് ചെയ്തു. സോ ഇനിഷ്യലി നമ്മൾ കൊടുത്ത എ ബി സി ഡി ഇ എന്ന് പറയുന്ന ലിസ്റ്റ് ഓഫ് വേർട്ടിസസ് ആണ്. ആഫ്റ്റർ ലെഫ്റ്റ് ക്ലിപ്പിംഗ് വി ഗോട്ട് എ ന്യൂ ലിസ്റ്റ് ഓഫ് വേർട്ടിസസ് P1, B, C, D, E, P2. These new vertex list is passed against right window clipping. റൈറ്റ് വിൻഡോ ആണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്, റൈറ്റ് ബോർഡറാണ് നമ്മൾ നെക്സ്റ്റ് ചെക്ക് ചെയ്യുന്നത്. ദിസ് ബോർഡർ. ഓക്കെ, സോ അവിടെ നമ്മൾ ആദ്യമേ P1 B ചെക്ക് ചെയ്യും, ദെൻ ബി സി, അതായത് നമ്മൾ ഇവിടെ കൊടുത്ത ലിസ്റ്റ് ഓഫ് വേർട്ടിസസ് എന്ന് പറയുന്നത് P1 B C D E P2. ഓക്കെ, സോ ഫസ്റ്റ് P1 B നോക്കുക, ദെൻ ബി സി, ദെൻ സി ഡി, ദെൻ ഡി ഇ, ദെൻ ഇ P2, ഫൈനലി P2 P1. അപ്പോൾ P1 B ചെക്ക് ചെയ്യുമ്പോൾ P1 B ഫിഗർ നോക്കുമ്പോൾ P1 B ചെക്ക് ചെയ്യുമ്പോൾ നമ്മുടെ റൈറ്റ് വിൻഡോയ്ക്ക് ഇൻസൈഡാണ്, സോ ബി സേവ് ചെയ്യുക. ബി സി നോക്കുമ്പോഴും ഇൻസൈഡാണ്, സോ സേവ് ചെയ്യുക. അതായത് രണ്ട് പേര് ഇൻസൈഡ് ആണെങ്കിൽ സെക്കൻഡ് വേർട്ടെക്സിനെ സേവ് ചെയ്യുക. ദെൻ സി ഡി നോക്കുമ്പോൾ ഫസ്റ്റ് ആൾ ഇൻസൈഡും സെക്കൻഡ് ആൾ ഔട്ട്സൈഡും, സോ നമ്മളവിടെ ഒരു P3 എന്ന് പറഞ്ഞ ഇൻ്റർസെക്ഷൻ പോയിൻ്റ് കാൽക്കുലേറ്റ് ചെയ്തു. അയാളെയാണ് നമ്മൾ സേവ് ചെയ്യുന്നത്. ഫസ്റ്റ് ആൾ ഇൻസൈഡും സെക്കൻഡ് ആൾ ഔട്ട്സൈഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ തേർഡ് കേസ് ഇൻ്റർസെക്ഷൻ പോയിൻ്റ് P3 സേവ് ചെയ്തു. ദെൻ ഡി നോക്കുമ്പോൾ രണ്ട് പേര് ഔട്ട്സൈഡാണ്, സോ നോ വെർട്ടെക്സ് ഇറ്റ് ഷുഡ് ബി ആഡഡ്. ദെൻ ഇ P2 നോക്കുമ്പോൾ ഫസ്റ്റ് ആൾ ഔട്ട്സൈഡും സെക്കൻഡ് ആൾ ഇൻസൈഡ്, സോ ഇൻ്റർസെക്ഷൻ പോയിൻറ്റും സെക്കൻഡ് ആളും, ദാറ്റ് മീൻസ് P4 ആൻഡ് P2 ഈസ് നീഡ് ടു ബി സേവ്ഡ്. ദെൻ ഫൈനലി P2 P1 ചെക്ക് ചെയ്യുമ്പോൾ രണ്ട് പേര് ഇൻസൈഡാണ്, സോ സെക്കൻഡ് വൺ, ദാറ്റ് ഈസ് P1 ഈസ് ടു ബി സേവ്ഡ്. സോ ദ ന്യൂ ലിസ്റ്റ് ഓഫ് വേർട്ടെക്സ് ഈസ് ബി സി, P3, P4, P2, P1. ഓക്കെ, സോ ഈ ലിസ്റ്റ് ഓഫ് വേർട്ടെക്സസ് ആയിരിക്കും നമ്മൾ നെക്സ്റ്റ് ബോട്ടം ക്ലിപ്പിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. P1 B C P3 P4 P2 P1, sorry P2. So
here we have to consider first P1P, then BC, then CP3, P3, P4, P4, P2, P2, P1. അപ്പോൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ബോട്ടം ബൗണ്ടറിയാണ്. അപ്പോൾ ആദ്യം P1B നോക്കിയപ്പോൾ അത് ഇൻസൈഡാണ്, അതായത് ഈ P1B എന്ന് പറയുന്നത് നമ്മുടെ ബോട്ടം ബൗണ്ടറിക്ക് ഇൻസൈഡ് നിൽക്കുന്ന പോയിൻ്റാണ് അല്ലേ. അപ്പോൾ ബി നമ്മൾ സേവ് ചെയ്തു. BC നോക്കിയപ്പോൾ ഇൻസൈഡാണ്, സോ C സേവ് ചെയ്തു. CP3 നോക്കിയപ്പോൾ ഇൻസൈഡാണ്, സോ P3 സേവ് ചെയ്തു. P3 P4 നോക്കിയപ്പോൾ P3 ഇൻസൈഡും P4 ഔട്ട്സൈഡുമാണ്, സോ ഇൻ്റർസെക്ഷൻ പോയിൻറ്റ് P5 കണ്ടുപിടിച്ചു. ദെൻ P4 P2 ചെക്ക് ചെയ്തപ്പോൾ ഒരാൾ ഫസ്റ്റ് വൺ ഔട്ട്സൈഡ്, സെക്കൻഡ് വൺ ഇൻസൈഡ്, സോ ഇൻ്റർസെക്ഷൻ പോയിൻറ്റ് ആൻഡ് സെക്കൻഡ് പോയിൻറ്റ്, ദാറ്റ് ഈസ് P2 ആൻഡ് P6 ആൻഡ് P2 ഈസ് സേവ്ഡ്. ആൻഡ് ഫൈനലി P2 P1 നോക്കിയപ്പോൾ രണ്ടുപേര് ഇൻസൈഡാണ്, സോ P1 സെക്കൻഡ് പോയിൻറ്റ് സേവ് ചെയ്തു. സോ ദ ന്യൂ ലിസ്റ്റ് ഈസ് BC, P3, P5, P6, P2, P1. ഈ ലിസ്റ്റാണ് നമ്മൾ ലാസ്റ്റ് ടോപ്പ് ബൗണ്ടറിക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നത്. ഓക്കെ, സോ ദ ലിസ്റ്റ് ഈസ് P1, B, C, P3, P5, P6, P2. സോ ഫസ്റ്റ് P1B നോക്കുക, ദെൻ BC നോക്കുക, ദെൻ CP3 നോക്കുക, P3 P5, P5 P6, P6 P2, P2 P1. അപ്പോൾ ഫൈനലി നമ്മൾ ടോപ്പ് ബൗണ്ടറി അല്ലെങ്കിൽ ടോപ്പ് വിൻഡോയുടെ ടോപ്പ് പോർഷനാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ടോപ്പ് പോർഷൻ നോക്കുമ്പോൾ P1B നോക്കുമ്പോൾ ഫസ്റ്റ് വൺ ഇൻസൈഡ്, സെക്കൻഡ് വൺ ഔട്ട്സൈഡ്, സോ ദി ഇൻ്റർസെക്ഷൻ പോയിൻറ്റ് P7 കണ്ടുപിടിച്ചു. ദെൻ BC ചെക്ക് ചെയ്തപ്പോൾ ഔട്ട്സൈഡ് ഇൻസൈഡാണ്, സോ ഇൻ്റർസെക്ഷൻ പോയിൻ്റ് ആൻഡ് സെക്കൻഡ് പോയിൻറ്റ് P8 ദെൻ C സേവ് ചെയ്തു. CP3 നോക്കുമ്പോൾ സെക്കൻഡ് വൺ P3 സേവ് ചെയ്തു. P3 P5 ഇൻസൈഡാണ്, P5 P6 ഇൻസൈഡാണ്, P6 P2 ഇൻസൈഡാണ്, P6 P2 ഇൻസൈഡാണ്, ദെൻ P2 P1 ഇൻസൈഡാണ്. സോ ആ കേസിലെല്ലാം നമ്മൾ സെക്കൻഡ് പോയിൻ്റാണ്, സെക്കൻഡ് വേർട്ടെക്സ് ആണ് സേവ് ചെയ്യുന്നത്. സോ ഫൈനലി വി ഗോട്ട് P7, P8, C, P3, P5, P6, P2, P1. ഓക്കെ, അപ്പോൾ ഇത്രയും വേർട്ടസസ് ആണ് നമുക്ക് കിട്ടിയത്. സോ ആഫ്റ്റർ ഓൾ ക്ലിപ്പിംഗ് the final vertices are P7, P8, C, P3, P5, P6, P2, P1. സോ ആ വേർട്ടിസസിനെല്ലാം നമുക്ക് ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന പോളിഗൺ എന്ന് പറയുന്നത് ഇതാണ്. ബാക്കി എല്ലാ പോർഷൻസും നമ്മൾ ക്ലിപ്പ് ചെയ്തു. ഇങ്ങനെയാണ് പോളിഗൺ ക്ലിപ്പിംഗ് പെർഫോം ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഓൾ അബൌട്ട് Sutherland Hodgeman പോളിഗൺ ക്ലിപ്പിംഗ്. ബട്ട് ഇതിൻ്റെ ഒരു പ്രോബ്ലം, ഈ പോളിഗൺ ക്ലിപ്പിംഗ് അൽഗോരിതം യൂസ് ചെയ്ത് നമുക്ക് കോൺവെക്സ് പോളിഗണെ മാത്രമേ ക്ലിപ്പ് ചെയ്യാൻ പറ്റൂ, കോൺകേവ് പോളിഗണെ ക്ലിപ്പ് ചെയ്യാൻ പറ്റത്തില്ല. സോ to clip concave polygon we use another method which is to be discussed in the next video. Okay, thank you.